ഓക്കെ 1000 രണ്ടുപേരുടെയും 2000. താത്താ ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ. ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ. പത്രോസ്. അപ്പൊ മോന്റെ സ്ഥലം എവിടെയാ? ജനിച്ചതാം കോയമ്പത്തൂരാഹ, വളർന്നതാം കേരളത്തിലാഹ, തൃശ്ശൂരിനാഹ. ആഹാ, അപ്പൊ നമ്മുടെ നെഹയുടെ ആളുകളാ. അല്ല താത്ത, ഇത് സംസ്കൃത മലയാളമാണ്. മോനെന്താ മറിഞ്ഞേക്കണേ? മോന്റെ സ്ഥലം എവിടെയാ? 1967 കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജില്ലയായ വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഞാൻ അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു. ഞാനല്ല, അമ്മ. സൂപ്പർ വാച്ചിൽ ഒന്നുകൊണ്ടായിരിക്കും മോനെ ഇത്ര സ്പീഡ്. ബളക്കോടാക്കി മോനെ ഒരു ചായ. 1 2 മൊത്തം 3 ചായ. ആർക്ക് കുടിക്കാം? എപ്പോഴും കുടിക്കാം, അങ്ങനെ കുടിക്കാം. ഒരു ചായ. രണ്ടുപേരുടെയും സംസാര രീതി ഇതാണെങ്കിൽ മേളി അടി ഉറപ്പ്. അതെന്താ? അതെന്താന്നോ, അടി ഉറപ്പുള്ളതാ. മേലെ രണ്ടുപേരും താമസിക്കുന്നുണ്ട്. പാവത്തിങ്ങളാണ്ടല്ലേ ഞങ്ങളോട് ഇമാതിരി പണി ചെയ്ത്. അല്ല എന്താ ഇത്? തട്ടി? ആരെ തട്ടി? എവിടെയും തട്ടിയില്ല. മറ. എല്ലാത്തിനും ഒരു മറ വേണം. അതിനാണ് സാറേ ഇത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മനുഷ്യര് പോയിട്ട് 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത്ര ശരിയല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ കരള് വിങ്ങുക. കരൾ വെക്കത്തിന് പഞ്ചലോകയുടെ മവണക്കല്ലിൽ ചാലിച്ച് ആടലോടത്തിന്റെ ഇലകൾ ചേർത്തുണ്ടാക്കിയ നല്ല ഗുളികൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു വൈദ്യനാ. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കത്തളം വെച്ച് ഗുരുകുല ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല. ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. പോരെ, പട മേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തളം കുളച്ച് പടാന്ന് പറഞ്ഞ പോലെയായി. യവന്മാർക്ക് എന്തോ ലക്ഷണപ്പെശകൊണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ കൂഷ്മാണ്ടങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ടിട്ട് വരും. മനസ്സിലായോ? എടോ പുഷ്പിള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ വിരട്ട്? കലക്കി ബാ. ബാലടാ പുല്ല്. സോറി, തന്റെ പേര് എപ്പോഴും തെറ്റിപ്പോകും ബാല. 93 മോഡലാ. ഇന്നലെ പറഞ്ഞതുപോലെ ടോപ്പ് റേറ്റ് തന്നെ വാങ്ങി തന്നേക്കണം. ഇവളുടെ ഒറ്റ നിർബന്ധത്തിനാണ് എഴുതിയിരിക്കുന്നത് സീലോ വേണമെന്ന്. ഇന്നൊരു ദിവസത്തേക്ക് ബസ്സിൽ വെക്കൂ. ദാ കാണുന്ന ബസ് സ്റ്റോപ്പ്. സമയമില്ല. ഇതാ താക്കോൽ. എനിക്ക് ഓഫീസിലെത്തണം. ഓക്കെ. ചായക്കായിരിക്കും അല്ലേ സാർ? ഹസനിക്കയുടെ കടയിൽ തൊട്ടാ കൈപൊള്ളുന്ന നല്ല ചൂട് പരിപ്പോടെ കാണും. ഒരു 5-6 എണ്ണം. ഒന്നും വേണ്ട. ഈ മാരുതി വേനൊന്ന് ഓടിച്ചു നോക്കിയേ. അതിന്റെ സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ? ബസ്സൊക്കെ നിർത്താതെ ഓടിച്ചു പോവാ. എനിക്ക് കോളേജിൽ പോവാൻ സമയമായില്ലേ? അതിനെന്താ, കേൾക്കണോ? ഈ വാൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി കേട്ടോ. എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് തന്നതാ. ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല. പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിക്കും. എന്തുകൊണ്ടാ? സത്യം പറയാലോ, താൻ വണ്ടി കയറിയ നിമിഷം മുതൽ ഐ ഫോർഗെറ്റ് എവരിതിങ്, ഈവൻ ദി സ്റ്റിയറിംഗ്. വണ്ടി നിർത്ത്. ഫ്രണ്ടിൽ കയറാനായിരിക്കും അല്ലേ? അവിടെ വെച്ച് ബാക്കിൽ കയറി നന്നായിട്ടോ. ബുദ്ധിമതി. വണ്ടി നിർത്താൻ. എന്താ എന്താ ഞങ്ങൾ വെക്കാൻ കൊടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നു. പതുക്കെ പറ, ആൾക്കാർ കേട്ടാ തെറ്റിദ്ധരിക്കും. അയ്യോ, ഞാൻ എന്താ ഇവിടെ? ചുമ്മാ ഞാൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാ. എന്താ ഇവിടെ? ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയാനൊക്കെയാണ് ഇറങ്ങിയത്. അയാൾ മരിച്ചില്ല. പക്ഷെ ഇയാൾ മരിച്ചിട്ടില്ല. പുല്ലേ സാർ, ഞാനൊന്നും ചെയ്തില്ല. ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ ഈ ടെൻഡർ സർജൻ എങ്ങോട്ടാണ് ഓടിപ്പോയത്? സാർ, അയാൾ അതുവഴി പോയിട്ട് ആ 2ാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി.
ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കരുത്. ഓടാ. Come on. ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടുകയല്ല പരത്തുക വേണ്ടത്. കളറാസ്കൻ. ശരിയാ. ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. ഏത് പത്രം വാർത്തയുടെ? ഇവിടെ അത് വരന്മാരെ ആവശ്യമുണ്ടോ? അല്ല ഇവിടെ. അത് കാണാനില്ല. അവിടെ അല്ല, ദാ ഇവിടെ. അത് ചരമം. നീ എന്താ പറഞ്ഞത്? ഒരു വിരൽത്തുമ്പിൽ അമ്മയും മറ്റേ വിരൽത്തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയെന്ന്. താണനിലത്തെ നീരോടു. താണനിലത്തല്ലടാ, പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീരി വീഴാൻ പോകുന്നത്. പ്ലീസ് വെറുതെ എന്നെ എങ്ങനെ മാറ്റിക്കരുത്. അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കർ അറിഞ്ഞൂടെ? ശങ്കറല്ല, സാറെന്ന് വിളിക്ക. സാറെന്ന് വിളിക്കാൻ. സാറേ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? എടുക്കാൻ. വെള്ളമല്ല, ഞാൻ വിഷം എടുത്തു. നിന്നെ വെള്ളം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ എമൗണ്ടില് 70-30, 60-40, 55-45, 50-50. വേണ്ടെന്ന് വെക്കുന്നതും തലക്കറി ഇരിക്കുക. തലയിൽ ആരും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. അതല്ലെന്ന് ആ സർക്കാർ സാറാമ്മ അവരിവിടെ തുറച്ചാണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല. ചേട്ടാ, ഒരു എക്സാമ്പിൾ പറയാമോ? ഏറ്റവും കടുപ്പം കുറഞ്ഞ തെറിയാ. അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ? അവിടെ കച്ചവടമില്ല, ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം. അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തരണം, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളേറ്റു. അവനെ നാളെ ഇവിടെ കാണില്ല. പിന്നെ എവിടെ കാണും? താഴെ കടയിൽ കാണും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ അതേറ്റു. എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കറിയാക്കാൻ പോകുന്നത്? അതോ, ഇന്ന് മുതൽ നമ്മൾ 2 ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ വോട്ട് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെ? ബെസ്റ്റ്. അപ്പൊ ജയ് ഫ്രോഡ്. ജയ് ഫ്രോഡ്. മനസ്സിലായി ചേർത്തി. ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെയാ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ? അതെ മകളെ, ചേട്ടത്തിക്കൊരു ഭീഷണിയായി അവർ ഇനിയും അവിടെ കട നടത്തരുത്. അത്രയല്ലേ വേണ്ടു? അത്രേ വേണ്ടു മക്കളെ. വഴിയുണ്ട്. എന്തു വഴി? പറയാം. അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ്. നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയില് നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാഷാണം മിക്സ് ചെയ്യുന്നു. അതെ, കാപ്പി കുടിക്കാനെത്തുന്ന 10-30 പേർ രാവിലെ 9:30 മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുന്നു. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് 37 പേർ ഇഹലോകവാസം പിടിഞ്ഞു. കട നടത്തിയിരുന്ന താത്തയെ SI ഫൽഗുണ പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചേട്ടത്തി കേൾക്കാം. അയ്യോ വേണ്ട മോനെ, അവസാനം പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോ നമ്മൾ അകത്താവും. എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു 1/2 കിലോ പൊട്ടാസ്യം സയനൈഡ് കടലക്കറിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ? നീ ഈ മണ്ടൻ ഐഡിയാസ് പറഞ്ഞ് ചേട്ടത്തി വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ചേട്ടത്തി, ഇപ്പൊ നല്ല ബെൽറ്റ് ബോംബ് നമുക്കത് വെച്ച് ആ ഏരി മുഴുവൻ തകർത്ത് കളഞ്ഞു. അതൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാ മതി. അത്രേ ഉള്ള. ഇത് ആദ്യമേ പറഞ്ഞാ പോരെ. ഇവിടത്തെ കച്ചവടം ഇരട്ടിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം. എന്തും. എന്തും. എന്നാലും എന്ത് തരും? 2 പരിപ്പ് വട നിങ്ങക്ക് ഫ്രീ ആയിട്ട് തരാം. എന്തേ? ഓക്കെ, വഴിയുണ്ട്. ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ മന്ത്രവാദിയെ ഒന്ന് പോയി കാണണം. ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും. ആ മന്ത്രവാദി എഴുത്തുകാരനാണ് കോർപ്പുളശ്ശേരി. അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്യ ധീമഹിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല.